നമസ്കാരം, സൗത്ത് ഫസ്റ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയുടെ ക്ലൈമാക്സ് കാണുന്നതിനിടയിൽ അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം അത്താഴം കഴിക്കുമ്പോൾ അത്യാവശ്യം എന്നൊരു ലേബലോടെ ഒരു ഓഫീസ് മെസ്സേജോ ഇമെയിലോ ഫോണിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടോ? ഉറങ്ങാൻ കിടന്ന ഉടൻ തന്നെ അത്യാവശ്യമായി ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ ചേരാൻ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. കോടിക്കണക്കിന് ആളുകൾ നേരിടുന്ന ഈ പ്രശ്നത്തിന് ഉത്തരമായി ലോകം ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു ആശയമുണ്ട്: റൈറ്റ് ടു ഡിസ്കണക്റ്റ്, അഥവാ വിട്ടു നിൽക്കാനുള്ള അവകാശം. ജോലി സമയം കഴിഞ്ഞാൽ ജോലി സംബന്ധമായ ഒരു ഫോൺ കോൾ പോലും, ഒരു ഇമെയിൽ പോലും, ഒരു മെസ്സേജ് പോലും വേണ്ട, അതിനോടെല്ലാം നോ എന്ന് പറയാനുള്ള നിങ്ങളുടെ നിയമപരമായ അവകാശമാണിത്. നിങ്ങളുടെ സന്തോഷം, മാനസികാരോഗ്യം, കുടുംബത്തോടൊപ്പമുള്ള സമയം എന്നിവ ജോലിസ്ഥലത്തെ സമ്മർദ്ദങ്ങളാൽ ഇല്ലാതാകരുത്. അതുകൊണ്ട് ജോലി സമയത്തിന് ശേഷം എല്ലാ ഔദ്യോഗിക കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കാനുള്ള ഈ അവകാശം ഇന്ന് ഒരു ആഗോള ആശയമായി മാറിയിരിക്കുകയാണ്. ഈ അവകാശം ലോകത്ത് ആദ്യമായി നിയമമാക്കി നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസാണ്. 2017 ഒരു വിപ്ലവകരമായ മാറ്റം. ഇതിനുശേഷം ഈ ആശയം ലോകമെമ്പാടും ഒരു കൊടുങ്കാറ്റ് പോലെ പടർന്നു. ഈ പട്ടികയിൽ ഇന്ന് 13ഓളം രാജ്യങ്ങളുണ്ട്. ഏറ്റവും അവസാനമായി ഈ അവകാശം തങ്ങളുടെ നിയമ സംവിധാനത്തിൻ്റെ ഭാഗമാക്കിയത് ഓസ്ട്രേലിയയാണ്. ഒരു രാജ്യത്തിന് തൊഴിൽ നിയമത്തിൽ പോലും മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നത്ര ശക്തമാണ് ഈ ആശയം. കാരണം തുടർച്ചയായ ജോലി, അമിതമായ ക്ഷീണം, മാനസിക പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ അകൽച്ച എന്നിവയിലേക്ക് നയിക്കുമെന്ന് വേൾഡ് എക്കണോമിക് ഫോറം സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഈ അവകാശം ഇന്നും നിയമമാക്കപ്പെട്ടിട്ടില്ല. പലപ്പോഴും ചർച്ചകൾ ഉയർന്നു വന്നിരുന്നുവെങ്കിലും ഈ ആശയം വീണ്ടും പൊതുമധ്യത്തിൽ ശക്തമാകുന്നത് ഒരു ദുഃഖകരമായ സംഭവത്തോടെയാണ്: മലയാളിയായ അന്ന സെബാസ്റ്റ്യൻ എന്ന യുവതിയുടെ മരണം. ജോലിയിലെ അമിത സമ്മർദ്ദത്താൽ ഉണ്ടായ വൈഷമ്യങ്ങളെ തുടർന്ന് അന്ന 2024 ജൂലൈയിൽ യാത്രയായി. ഈ സംഭവം ഇന്ത്യയിലെ തൊഴിൽ സംസ്കാരത്തെയും തൊഴിലാളികളുടെ മാനസിക ആരോഗ്യത്തെയും പറ്റിയുള്ള ചോദ്യചിഹ്നങ്ങൾ കൂടുതൽ വലുതാക്കി. അന്നയുടെ ഓർമ്മ ഓരോ തൊഴിലുടമയ്ക്കും ജീവനക്കാർക്കുമുള്ള ഒരു വലിയ മുന്നറിയിപ്പായിരുന്നു. ഒരു സ്വകാര്യ ജീവിതം, അതിന് അതിർവരമ്പുകൾ നിശ്ചയിക്കാനുള്ള അവകാശം, അത് ജീവിക്കാനുള്ള അവകാശം പോലെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ആദ്യഘട്ട ചുവടുവയ്പിലാണ് കേരളം. കാഞ്ഞിരപ്പള്ളി MLA N. ജയരാജ് നിയമസഭയിൽ ഈ അവകാശം ഒരു സ്വകാര്യ ബില്ലായി അവതരിപ്പിക്കാനുള്ള അനുമതി തേടിയിരിക്കുകയാണ്. പേര് കേരള റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ 2025. എന്താണ് ഈ ബില്ലിൻ്റെ ലക്ഷ്യം? അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, സംസ്ഥാനത്തെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നിശ്ചിത ജോലി സമയത്തിന് ശേഷം ഓൺലൈൻ മീറ്റിങ്ങുകൾ, ഫോൺ വിളികൾ, ഇമെയിലുകൾ, SMS എന്നിവയിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുവാനും അക്കാരണത്താൽ ഉണ്ടാകുന്ന പിരിച്ചുവിടൽ, തരം താഴ്ത്തൽ തുടങ്ങിയ ശിക്ഷാ നടപടികളിൽ നിന്നും ഒഴിവാകുവാനുമുള്ള അവകാശം ഉറപ്പുവരുത്തുക. ഈ അവകാശം ഉറപ്പുവരുത്തുന്നതിനായി ജില്ലാതലത്തിൽ 3 പേരടങ്ങുന്ന ഒരു സമിതിക്ക് ബിൽ രൂപം നൽകുന്നുണ്ട്. റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണർ അധ്യക്ഷനായ ഈ സമിതിയുടെ പ്രധാന ചുമതലകൾ എന്തെല്ലാമാണെന്നോ? ചെലവ് കുറയ്ക്കാൻ വേണ്ടി മാത്രം തൊഴിലാളികളെ കുറയ്ക്കുന്ന സ്ഥാപനങ്ങളെ നിരീക്ഷിക്കുക, അധിക ജോലി ഏൽപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ കണ്ടെത്തുക, ജോലി സമയവും വ്യക്തിപരമായ സമയവും കൃത്യമായി വേർതിരിച്ച് ജോലിസ്ഥലത്തെയും കുടുംബജീവിതത്തിലെയും സ്ട്രെസ് കുറയ്ക്കാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവയാണ്. സ്വകാര്യ ബില്ലുകൾ നിയമമാകുന്നത് വിരളമാണെങ്കിലും ഈ ബില്ല് സർക്കാരിൻ്റെ ശ്രദ്ധ അത്യന്തം ഗൗരവമായ ഒരു വിഷയത്തിലേക്ക് തിരിക്കും എന്നതിൽ സംശയമില്ല. അതെ, റൈറ്റ് ടു ഡിസ്കണക്റ്റ് വെറുമൊരു അവകാശമല്ല, അത് സന്തോഷവും ആരോഗ്യവും തിരിച്ചു പിടിക്കാനുള്ള ഒരു യുദ്ധമാണ്. ജീവിതം പണയം വെച്ച് ജോലി ചെയ്യുന്നതിന് പകരം ജീവിതം ആഘോഷിക്കാൻ വേണ്ടി ജോലി ചെയ്യാനുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തൽ.